ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ ആണ്. നമുക്ക് ഈവനിങ് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഉമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ. മമ്മിയുടെ സ്പെഷ്യലാണ് കപ്പ ഫ്രൈ. അപ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങനെ കപ്പ ഫ്രൈ ചെയ്യാറുണ്ട്. എത്ര പേർക്ക് ഫെമിലിയർ ആണെന്ന് അറിയില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഒട്ടും താമസിക്കേണ്ട, നേരെ റെസിപ്പി എങ്ങനെയാണെന്നൊക്കെ കാണാം. സോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുവേണ്ടി കപ്പ ഇതേപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു കൺവീനിയൻറ്റ് ഒരു സൈസിനനുസരിച്ച് ഇത്രയും കട്ടിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. കപ്പ കുറച്ച് വലിയ കപ്പയൊക്കെയാണെങ്കിൽ കുറച്ച് വലിയ സൈസിലൊക്കെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് അടുത്തത് ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ മൈദപ്പൊടിയാണ് വേണ്ടത്. 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് കടലപ്പൊടിയാണ്. 2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരിത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കായപ്പൊടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി വളരെ കുറച്ച് മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല തിക്കായ ബാറ്റർ വേണം പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ബാറ്ററിൽ മുക്കിയിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കട്ടിയിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഞാനപ്പോൾ ഓയിലൊക്കെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കപ്പപ്പൊരി ഇവിടെ ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് ടൊമാറ്റോ ചട്നി എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. പിക്കിളൊക്കെ കൂട്ടിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ബീഫ് കറി ആണെങ്കിൽ അങ്ങനെ കൂട്ടി കഴിക്കാം. എന്തിൻ്റെ കൂടെയും കഴിക്കാം, വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ പുറത്ത് നല്ല മഴ വരുന്നുണ്ട്. നമുക്കിതപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കറിയൊക്കെ വേണമെങ്കിൽ കൂട്ടി കഴിക്കാം, ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാം. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കപ്പ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കപ്പ എങ്ങനെയാണ്, നല്ല കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചില കപ്പയൊക്കെ വലിയ ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പുതിയ റെസിപ്പി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.